പ്രശാന്ത് വാസുദേവ്, ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ശേഷം സർക്കാർ സ്വീകരിച്ച നടപടികൾ എത്രമാത്രം സമയബന്ധിതവും എത്രമാത്രം ഫലപ്രദവുമായിരുന്നു? താങ്കളുടെ ഒരു നിരീക്ഷണം എന്തായിരുന്നു? ഡോക്ടർ കിഷോർ, ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്ന വിഷയത്തെ ആദ്യഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഗൗരവമായിട്ട് കണ്ടിട്ടില്ല എന്നാണ് വാസ്തവം. പക്ഷേ ഉചിതമായ നടപടികൾ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ശേഷം സർക്കാർ എടുക്കുകയും ചെയ്തു. അതാണ് നമ്മളോട് ചർച്ച ചെയ്തത്. 13 പേരെ അറസ്റ്റ് ചെയ്തു, ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഐസൊലേഷൻ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ വേണ്ടി. ഫലപ്രദമായ ഒരുപാട് നടപടികൾ എടുത്തു. പക്ഷേ സർക്കാരിന് സംഭവിക്കുന്നത് തെറ്റ് എന്ന് പറയുന്നത്, സംഭവിച്ചത് തെറ്റെന്ന് പറയുന്നത്, ഇന്ത്യയെ വികസനത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ദേശീയ സുരക്ഷയുടെ പ്രശ്നങ്ങളിൽ അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഒക്കെ രാജ്യത്തെ യുവജനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ വലിയ മുൻതൂക്കം കൊടുത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം അത് കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ഈ ക്ഷേമ പദ്ധതികളോടൊപ്പം അല്ലെങ്കിൽ ദേശീയ സുരക്ഷയോടൊപ്പം വികസനത്തോടൊപ്പം തന്നെ ഈ രാജ്യത്തെ യുവജനതയുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് യുവജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ സർക്കാരിന് സാധിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന സോക്കാൾഡ് ജെൻസികൾ അല്ലെങ്കിൽ ജെൻസേഴ്സ് എന്ന് പറയുന്നവര് അവരുടേതായ ലോകത്ത്, അവരുടേതായ ഒരു ഓൺലൈൻ ലോകത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അത് നമ്മൾ അധിക്ഷേപിച്ച് പറയുന്നതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അവർക്ക് വേണ്ടത് എന്താണോ അവർ സെലക്ട് ചെയ്യുന്ന ഒരു സമൂഹമാണ്. അത് അവർ പഠിക്കും കൃത്യമായിട്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ അവരുടെ ചുറ്റും നടക്കുന്നത് എന്താണ്? അവരുടെ ചുറ്റും ചോദ്യപേപ്പർ ലീക്ക് നടക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ എഡ്യൂക്കേഷൻ റിഫോംസ് നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നലിലേക്ക് അവർ പോകുന്നു. അതിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് കണ്ടത്. പക്ഷെ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ത്യ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു. അതൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തിന്റെ പേരിൽ ഇന്ത്യക്ക് പുറത്തിരുന്നുകൊണ്ട് ഒരാള് ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് തുടങ്ങുന്നു. അതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് സമാനമായ ഒരു പേര് കൊടുക്കുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി. അവിടെ തന്നെ അതിന്റെ സംശയമുണ്ട്. ലക്ഷങ്ങളുടെ സംശയം തുടങ്ങുന്നത് അവിടെയാണ്. അതിന് മറ്റൊരു പേര് കൊടുത്തിരുന്നെങ്കിൽ ലക്ഷങ്ങളുടെ സംശയം ഉണ്ടാവില്ല. BJPക്ക് സമാനമായിട്ട് CJP എന്ന പേര് കൊടുത്തിട്ടാണ് ആദ്യത്തെ ലക്ഷ്യമായിട്ട് എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അത് പൊളിറ്റിക്കൽ ഡിമാൻഡാണ്. പൊളിറ്റിക്കൽ ഡിമാൻഡ് ഉയർത്തേണ്ടത് ആരാണ് എപ്പോഴും? കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ഒരു നിയമ സംഹിതയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കൽ ഡിമാൻഡ് വയ്ക്കേണ്ടത്. അരാജക പ്രസ്ഥാനങ്ങളല്ല. ഞാൻ അരാജക പ്രസ്ഥാനം എന്നേ വിളിക്കുള്ളൂ. കാരണം അതിന് നീതമായ ചട്ടക്കൂടില്ല. അതിന് ആരൊക്കെയോ നേതാക്കളാണ്. ഒരാൾ ബർഗർ തിന്ന് ഒരാൾ പുറത്താക്കുന്നു. അവർക്ക് നീതമായ ലക്ഷ്യങ്ങൾ അവർ പറയുന്നുവെങ്കിലും നീതമായ ചട്ടക്കൂടില്ല. നീതമായ ഉള്ളിലല്ലാത്ത ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ക്രിമിനൽസും തീവ്രവാദികളൊക്കെ നുഴഞ്ഞു കയറിയെന്നുള്ളതാണ്. അതാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ എതിർക്കേണ്ടത് ആ സമരത്തെ അല്ല, സമരത്തിന്റെ രീതിയാണ്. സമരം നടത്തുന്നത് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്, അദ്ദേഹം പറഞ്ഞു അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന്. തീർച്ചയായിട്ടും കോൺഗ്രസ് എപ്പോഴും സമരം ചെയ്യുന്ന അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ആ സമരങ്ങളെല്ലാം സ്വാഗതാർഹമാണ്. പക്ഷെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നല്ല നമ്മൾ ഈ സമരം നടക്കുന്നത്. വിദ്യാർത്ഥികളിൽ പങ്കുചേരുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ഒരുപാട് കാരണം, മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ എന്ത് കാണുന്നു, ചുറ്റുമുള്ള മുഴുവൻ കാണുന്നുണ്ടോ, അവർക്ക് വേണ്ടത് മാത്രം കാണുന്നുണ്ടോ എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അവരുണ്ട്, ഈ സമരത്തിൽ വിദ്യാർത്ഥികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ സമരത്തിന് നീതമായ ചട്ടക്കൂടും ഘടനയും ഇല്ലാത്തത് കൊണ്ടും നയിക്കാൻ ഒരു നിയമസംഹിതയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത് നേതൃത്വം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ ഈ സമരം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് പല രീതിയിലുള്ള ദൃശ്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഇപ്പോൾ സമാധാനപരമായിട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം എന്ന് പറയുമ്പോൾ പോലും പോലീസിനെതിരെ, പോലീസ് വാഹനങ്ങൾക്ക് നേരെ, മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉൾപ്പെടെ നടന്ന ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് ഈ സമരം ഹൈജാക്ക് ചെയ്യുന്നത്? ഒരുപക്ഷെ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് തന്നെ ആവില്ലേ സോനം വാങ്ചുക്ക് ഈ ഒരു നിരാഹാര സമരം പിൻവലിച്ചതുപോലും? തീർച്ചയായിട്ടും. കാരണം സോനം വാങ്ചുക്ക് നിരാഹാര സമരം ഇപ്പൊ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ അദ്ദേഹം മന്ത്രി ഞാൻ വായിക്കുന്ന നേരിട്ട് കേട്ട ആളാണ്. എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം അംഗീകരിച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല. അതൊരു പൊളിറ്റിക്കൽ ഡിമാൻഡായിട്ട് പാർട്ടികളുടെ ഭാഗത്ത് നിൽക്കട്ടെ അവിടെ. അത് അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അംഗീകരിക്കപ്പെട്ടത് എന്താണ്? 1 കോടി നഷ്ടപരിഹാരം കൊടുക്കുന്ന സ്ഥാനത്ത് എന്താ പറയുന്നത്? സ്യൂട്ടബിൾ കോമ്പൻസേഷൻ എന്നാ പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കോടി എന്നല്ല, സർക്കാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്യൂട്ടബിൾ കോമ്പൻസേഷൻ കൊടുക്കും. പിന്നെ ഞങ്ങൾ ക്രിയാത്മകമായ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഓൾറെഡി എന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇനി വാങ്ചുക്കിനെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. എവിടുന്ന് വിട്ടയക്കാനാണ്? വിട്ടയച്ചു ഇല്ല, അദ്ദേഹം അവസാനിപ്പിക്കേണ്ടത് സർക്കാർ ഇടപെടലാതെ അവസാനിപ്പിച്ചു. അപ്പൊ ഇവരുടെ ഡിമാൻഡുകളിൽ അംഗീകരിക്കപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു ഡിമാൻഡിന്റെ യാഥാർത്ഥ്യബോധത്തിലുള്ള സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. എന്ന് പറഞ്ഞു 1 കോടി എന്നുള്ളതല്ല, സർക്കാർ പറഞ്ഞു സ്യൂട്ടബിൾ കോമ്പൻസേഷൻ കൊടുക്കാം. എന്നിട്ട് വാങ്ചുക്ക് എന്ത് പറഞ്ഞു? വാങ്ചുക്ക് ഇതെല്ലാം അംഗീകരിച്ചെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു ഈ സമരം വയലൻസിലേക്ക് പോകുന്നത് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു.
ആന്റി സോഷ്യൽ എലിമെന്റ്സ് ഇതിനകത്ത് വരുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. വാങ്ചുക്കിന് വൈകിയാണെങ്കിലും കാര്യം മനസ്സിലായി എന്നുള്ളതാണത്. അപ്പൊ ഇനി ചോദ്യം എന്താണ്? ഈ വാങ്ചുക്ക് പറഞ്ഞതിനെ CJP അംഗീകരിക്കുമോ? അത് അംഗീകരിച്ചുകൊണ്ട് CJP പ്രക്ഷോഭം മതിയാക്കുമോ? മതിയാക്കിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സർക്കാർ നടപടിയെടുക്കുന്നു. ഇപ്പോഴും എന്റെ അഭിപ്രായത്തിൽ കിഷോർ, ശരിക്കും പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് സിസ്റ്റമിക് കറക്ഷൻ. ഈ സിസ്റ്റമിക് കറക്ഷന് വേണ്ടി എന്തെല്ലാം ചെയ്തു? ഈ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നു. ഓക്കെ, നമുക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഒരു ഇതുവരെ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പക്ഷെ അതിലുപരി ഇനിയും ഉണ്ടാവാം, എന്ത് ടെക്നോളജി വന്നാലും ഉണ്ടാകാം. അപ്പൊ സിസ്റ്റമിക് കറക്ഷനിൽ എത്രത്തോളം ശ്രമിക്കുന്നു? അത് ഇതിനൊരു ബദൽ നയം വെക്കാൻ CJP കഴിഞ്ഞിട്ടുണ്ടോ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കൂ എന്ന് പറയുന്നതിനപ്പുറം ഒരു ബദൽ നയം, സിസ്റ്റമിക് കറക്ഷന് ചോദ്യപേപ്പർ വെച്ച് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഇന്ന നയങ്ങൾ പറയുന്നു 1 to 10, അതവര് പറഞ്ഞോ? ഇല്ലല്ലോ. അവരുടെ ലക്ഷ്യങ്ങളെ മാറി, അതവര് പറഞ്ഞില്ല. എഡ്യൂക്കേഷൻ റിഫോംസിന് ഞങ്ങളുടെ നയം ഇതാണ് എന്ന് CJP പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇത് കൺവിൻസ് ചെയ്യിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്താണ് പ്രശ്നമെന്നോ യുവാക്കളുടെ പ്രശ്നം എന്താണെന്നോ, നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൺവിൻസ് ചെയ്യിക്കാൻ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് മുമ്പോ അതിനുശേഷമോ കഴിഞ്ഞില്ല. ഇപ്പോൾ മാത്രമാണ് അതിന് കഴിയുന്നത് എന്നുള്ളതാണ് ആ ഭാഗത്തു നിന്നുള്ള വീഴ്ച കാണുന്നത്. ശരി.